വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പാലക്കാട്ടെ ബിജെപിക്കെതിരെ പണവിതരണ ആരോപണം. ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വോട്ടർമാർക്ക് പണം നൽകിയെന്ന് പരാതി. ആരോപണം നിഷേധിച്ച് എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. വിജയം ഉറപ്പായപ്പോൾ കാറിൽ ഒരു സംഘം പിന്തുടർന്ന് തയ്യാറാക്കിയ തിരക്കഥയെന്ന വാദം. അധ്യക്ഷയെ ഭാഗ്യം കാണിച്ചപ്പോഴാണ് ചോദ്യം ചെയ്തത്. പണം നൽകിയത് തന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആളല്ല, വേട്ടയാടി അപമാനിക്കുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ. ഈ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ അത്രയും ഉണ്ടയില്ലാ വെടികളാണ്. ആ ഉണ്ടയില്ലാ വെടിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജയം പാലക്കാട് ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ഒരു കഥയുമായി പുറത്തു വന്നിട്ടുള്ളത്. ഈ സ്ത്രീ ആരാണ്? എന്റെ കൂടെ ഇല്ലല്ലോ, ഞാനും പ്രമിള. ആ സ്ത്രീ എന്തുകൊണ്ടാ കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? ഇല്ല. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാറ് നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ പണം നൽകിയ സ്ത്രീ ശോഭയുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന വാദവും പൊളിഞ്ഞു. സ്ത്രീ ശോഭയ്ക്കൊപ്പം വാഹനത്തിന്റെ പിൻസീറ്റിൽ ഉണ്ടായിരുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. ഈ സ്ത്രീ തന്നെയാണ് പണം കൈമാറിയത്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാടാണ് ചേരുന്നത്. സച്ചിൻ, ഇനി തിരഞ്ഞെടുപ്പിന് വെറും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ ബിജെപിയുടെ ഭാഗത്തിൽ പണം ഒഴുക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അതിന് പൂർണ്ണമായ തെളിവുകളും ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു വിശദീകരണം നൽകിയുണ്ടായി. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്രയും സംസാരിച്ചിട്ടും മനുഷ്യർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു വാക്കുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയർ അഞ്ഞാടി എന്ന് പറയുന്ന പോലെ മാത്രമാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഈ സ്ത്രീ എന്ന് പറയുന്നതിനെ പറ്റി അവർക്ക് യാതൊരു അറിവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെന്താണ് സത്യാവസ്ഥ? തീർച്ചയായും കൃത്യമായ ഒരു മറുപടി പറയാൻ വേണ്ടി പാലക്കാട്ടെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ, അതായത് പാലക്കാട്ടെ പ്രവർത്തകർക്ക്, അതായത് വോട്ടർമാർക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ഒരു മറുപടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞില്ല. പ്രധാനമായും ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത് ഈ പണം കൊടുത്ത സ്ത്രീയുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന കാര്യം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. കൂടാതെ തന്നെ ഇത് കോൺഗ്രസിന്റെ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്ന കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. കൂടാതെ തന്നെ ഈ സ്ത്രീ, അതായത് വെള്ള ചുരിദാറിട്ട സ്ത്രീ തൻ്റെ കാറിൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് ശോഭ ആവർത്തിച്ച് പറഞ്ഞത്. എന്നാൽ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ അതെല്ലാം കൃത്യമായ രീതിയിൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പോലും അത് കൃത്യമായി അംഗീകരിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ തയ്യാറായില്ല. തനിക്ക് ഈ പണം കൊടുത്ത സ്ത്രീയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അതിനുവേണ്ടി പല കാര്യങ്ങൾ നിരത്തിയാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ ആ വാദങ്ങളെല്ലാം തെറ്റാണ് എന്ന് ഓരോ നിമിഷവും പൊളിഞ്ഞു വീഴുന്ന സ്ഥിതിയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാലക്കാട്ടെ വോട്ടർക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തള്ളുക തന്നെയാണ് എൻഡിഎ സ്ഥാനാർത്ഥി ചെയ്തത്. കൂടാതെ തന്നെ പിരായിരിയിലും പാലക്കാട് നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിലും സാരി വിതരണം നടത്തിയ ദൃശ്യങ്ങളടക്കം കാണിച്ചപ്പോൾ അത് സാരി വിതരണമാണോ എന്ന് ഉള്ള ഒരു ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള
ആരോപണങ്ങൾ നേരിടുന്ന ശോഭാ സുരേന്ദ്രന് ഈ ആരോപണങ്ങളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു മറുപടി പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് വലിയ രീതിയിൽ BJP ഏതായാലും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് നേരെയുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതേപോലെ തന്നെ മുൻ MLA-യും നിലവിലെ വടകര MP-യുമായ ഷാഫി പറമ്പിലിന് നേരെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡന വിഷയങ്ങൾ ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ ഈ പണം കൊടുത്ത വിഷയം വഴി തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തനിക്കെതിരെ പ്രചരിച്ചത് ഒരു കെട്ടുകഥയുടെ ഭാഗമായുള്ള കാര്യങ്ങളാണ് എന്ന കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഇത് പാലക്കാട് കണ്ണാടിയിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനായ വിനേഷിൻ്റെ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കും, നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് താൻ എന്ന കാര്യമെല്ലാം ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സച്ചിൻ, ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഫ്ലൈയിങ് സ്ക്വാഡും അടക്കം അവിടെ വന്നിരുന്നല്ലോ. അപ്പോൾ ഈ നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് NDAയുടെ സ്ഥാനാർത്ഥി കണ്ണാടിയിലെ 16-ാം വാർഡിൽ എത്തി വയോധികയായ അമ്മയ്ക്ക് 5000 രൂപ കൈക്കൂലി വോട്ടിന് വേണ്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായുള്ള എല്ലാ ദൃശ്യങ്ങളടക്കം കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകർ പകർത്തിയിരുന്നു. ഈ പകർത്തിയ പ്രവർത്തകരെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് NDA സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാവുന്നു. വലിയ രീതിയിലുള്ള ഭീഷണിയും അതേപോലെ തന്നെ അസഭ്യ വർഷവും കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമെല്ലാം BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. എന്നാൽ നേരത്തെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് തനിക്ക് നേരെ സെക്ഷൽ ഹറാസ്മെൻറ്റ് രൂപത്തിലുള്ള ആംഗ്യം കാണിച്ചതിനാലാണ് താൻ പ്രതികരിച്ചത് എന്ന കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ ആ അത്തരം ആംഗ്യം കാണിച്ചതിൻ്റെ വല്ല ദൃശ്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും മറുപടി പറയുന്നില്ല. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് വോട്ടർമാരെ പണം കൊടുത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടർന്ന് അത് വലിയ രീതിയിൽ വാർത്തയാവുകയും LDF-ൻ്റെയും UDF-ൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം ഈ പ്രദേശത്ത് എത്തുകയും നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ നടപടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇലക്ഷൻ്റെ പാലക്കാട് ജില്ലയിലെ ചുമതലയുള്ള പാലക്കാട് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് അടക്കം തേടിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഫ്ലൈയിങ് സ്ക്വാഡും അതേപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും കേന്ദ്രസേനയെല്ലാം